Hello dear students, welcome to my channel. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണിയുടെ ശ്രേണി എന്താണെന്ന് ശ്രേണിയുടെ ബീജഗണിത രൂപം അതേപോലെ സമാന്തര ശ്രേണി എന്താണെന്ന് അതിൻ്റെ പൊതുവ്യത്യാസം അതന്നെ വിട്ടുള്ള പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊതുവ്യത്യാസം കാണുന്ന രീതി അതിനുശേഷം നമ്മൾ ശ്രേണിയിലെ പദമാണോ അതേപോലെ എത്രാമത്തെ പദമാണ് പിന്നെ നമ്മൾ പഠിച്ചത് തുക കാണുന്ന രീതിയാണ്. അതിന് മുമ്പേ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുന്ന രീതി പഠിച്ചിരുന്നു. അതിനുശേഷം തുക കാണുന്ന രീതി. തുക കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു പല രീതികളുണ്ട്. അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് അതിലെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം പറഞ്ഞത് അതിൻ്റെ എണ്ണൽ സംഖ്യകളെ എന്ന് പറയുന്ന സംഖ്യകളുടെയൊക്കെ തുക എങ്ങനെ കാണാം, 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകളുടെ തുക എങ്ങനെ കാണാം, അതേപോലെ ഇരട്ട സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് തുക കാണാനുള്ള മറ്റൊരു വഴിയാണ് നോക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഓരോ രീതിയിലും വരുമ്പോൾ നമുക്ക് ചില ഇക്വേഷൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിനി തുക കാണുന്ന ഏത് സമാന്തര ശ്രേണി, ഇതേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എണ്ണൽ സംഖ്യകളാവണമെന്നില്ല, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പദങ്ങളുടെ എണ്ണവും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഏത് സമാന്തര ശ്രേണി വന്നു കഴിഞ്ഞാലും നമുക്ക് തുക കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിന്റെ സമവാക്യം എന്ന് പറയുന്നത് തുക സമം, തുക എന്നുള്ളതിനെ നമ്മൾ ചുരുക്കിയിട്ട് നേരത്തെ പറഞ്ഞിരുന്നു SN എന്നാണ് പറയുന്നത്. എസ് എന്നുള്ളത് തുക എന്നതിന്റെ ഇംഗ്ലീഷ് സം എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് എസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ SN എന്ന് പറഞ്ഞാൽ എന്നാമതാണ് ഉദ്ദേശിക്കുന്നത്, n പദങ്ങളുടെ തുക. അപ്പൊ SN തുക സമം n/2 ഗുണിക്കണം എന്ന് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഗുണിക്കണം തന്നെയാണ്. ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോഡികളാക്കി ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ ജോഡിയാണ്. അത് കൂട്ടിയിട്ട് എണ്ണത്തിന്റെ പകുതി എന്ന് വെച്ചാൽ എത്ര ജോഡികൾ ഉണ്ടെന്ന് കിട്ടും, അതുകൊണ്ട് ഗുണിക്കുക. അതേ രീതി തന്നെയാണ്. നമുക്ക് വേറൊരു സമവാക്യമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പദങ്ങളുടെ എണ്ണം എന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം, എത്ര പദങ്ങളുണ്ടോ അതെ. അപ്പോൾ 10 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 20 ആണെങ്കിൽ 20, 25 ആണെങ്കിൽ 25, ഏത് സംഖ്യയാണോ പറഞ്ഞത് n-ന് പകരം ആ വില കൊടുക്കുക. ഇനി ഇതിലെ ഒന്നാം പദം, ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം. അപ്പൊ ശ്രേണിയിൽ വരുന്ന ആദ്യത്തെ പദം ഏതാണോ അത് തന്നെയാണ് എന്ത് നമ്മുടെ ഒന്നാമത്തെ പദം. പിന്നെ അവസാന പദം, ഈ അവസാന പദം എന്നുള്ള ഉദ്ദേശിക്കുന്നത് n-ാം പദം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിവിടെ അവസാന പദം എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ n കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാന പദം n-ാം പദം എന്ന് പറഞ്ഞാൽ അതിന്റെ ബീജഗണിതം തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ 10 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഇവിടെ അവസാന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10ാമത്തെ പദമാണ്. 25 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവസാനത്തെ പദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 25ാമത്തെ പദമാണ്. അപ്പോൾ അതാണ് അവസാന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണ്, 3, 7, 11 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇതിലെ ആദ്യത്തെ 20 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം. അപ്പൊ ഒരു മിനിറ്റ്, നമുക്ക് ഈ n/2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. നമുക്കത് എഴുതുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഒരു സമവാക്യം എഴുതുമ്പോൾ. അപ്പൊ അത് എങ്ങനെ ഒന്നുകൂടി ചുരുക്കി എഴുതാം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് n/2 ഗുണിക്കണം ആദ്യ പദത്തിനെ നമ്മൾ എന്താ എഴുതുന്നത്, f എന്ന് എഴുതാറുണ്ട് അല്ലെങ്കിൽ x1 എന്ന് എഴുതാറുണ്ട്. ഏത് എഴുതാനും കുഴപ്പമില്ല. അപ്പൊ x1 പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ n-ാം പദം എന്ന് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ xn എന്ന് എഴുതാറുണ്ട്. അപ്പൊ നമ്മുടെ സമവാക്യം ഇതൊന്ന് ചുരുക്കി എഴുതുന്നത് ഇങ്ങനെയാണ്: തുക സമം n/2 ഗുണിക്കണം x1 പ്ലസ് xn എന്ന് വെച്ചാൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കൂട്ടിയിട്ട് ആ ഉത്തരത്തിനെ n/2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ 3, 7, 11 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 3 പദങ്ങളെ തന്നിട്ടുള്ളൂ. 20ാമത്തെ പദം ഈ S20 എന്ന് പറഞ്ഞാൽ 20ാമത്തെ പദം എത്ര എന്നല്ല, ഈ 20 സംഖ്യകളും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം.
അപ്പൊ ആദ്യത്തെ 3 പദങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? 3 7 11 കൂട്ടിയ ഉത്തരം. ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടുക, അതിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താ? 4 സംഖ്യകൾ കൂട്ടിയാൽ. അപ്പൊ ആദ്യത്തെ 20 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യം വരുന്ന 20 സംഖ്യകളും കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ എത്ര എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ സംഖ്യകളും എഴുതിയിട്ട് അതെല്ലാം കൂട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. നമുക്ക് ജോഡികൾ എന്ന് വെച്ചാൽ 20ാമത്തെ പദം കണ്ടെത്തിയാൽ നമുക്കൊരു ജോഡി കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ 1ാം പദവും 20ാമത്തെ പദവും ജോഡി അത് തമ്മിൽ അങ്ങനെ ചെയ്യാം. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 20ആണ്. 20 പദങ്ങളുടെ തുക ആയതുകൊണ്ട് 20ആണ് n വരിക. അപ്പോൾ n കിട്ടി. x1 എന്ന് വെച്ചാൽ 1ാമത്തെ പദം അത് എത്രയാണ്? അത് 3ആണ് അല്ലേ? ഇനി നമുക്കറിയാത്തത് xn ആണ്. അപ്പൊ xn എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞു ഇവിടെ n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണാണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 20 കൊടുത്തു കഴിഞ്ഞാൽ n/2 20/2 പ്ലസ് ഇൻറ്റു x1 നമുക്ക് 1ാമത്തെ പദം 3ആണ് പ്ലസ് x20 എന്ന് പറയാം. x20 പറഞ്ഞാൽ എന്താ? 20ാമത്തെ പദം എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഇവിടെ അവസാന പദം നമുക്ക് വേണ്ടത് 20 പദങ്ങളായതുകൊണ്ട് 20ാമത്തെ പദമാണ്. അപ്പൊ ആ 20ാമത്തെ പദം കാണാൻ നമുക്ക് പല രീതികളുണ്ട്. ഒന്ന് നമുക്ക് dn പ്ലസ് f മൈനസ് c എന്നുള്ള സമവാക്യം ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 3ന്റെ കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 20ാമത്തെ പദം കിട്ടും എന്നാലോചിച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണ് ചെയ്യാം. ഇപ്പൊ ഈ സമവാക്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറെ പേർക്ക് ഇതായിരിക്കും എളുപ്പം. നമുക്ക് ഇതിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 7ന് 3 കുറച്ചാൽ 4ആണ്. അപ്പോൾ 4 ഗുണിക്കണം n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം അതിവിടെ 20 ആയതുകൊണ്ട് n-ന് പകരം 20 കൊടുത്തു. ഇനി അടുത്തത് പ്ലസ് ചിഹ്നം. f പറഞ്ഞ 1ാമത്തെ പദം അത് 3ആണ്. പിന്നെ മൈനസ് ചിഹ്നം പൊതുവ്യത്യാസം 4ആണ്. 4 ഗുണിക്കണം 20 പറഞ്ഞാൽ 4 20 എത്ര എന്നുള്ളതാണ്. 2 20 കൂട്ടി എത്രയാണ്? 40. അപ്പൊ 4 20 80. അപ്പൊ 80. ഇനി ഇവിടെ 3ൽ നിന്ന് 4 കുറച്ച് എത്ര? 3 കുറക്കണം 4. 3ൽ നിന്ന് 4 കുറച്ചാൽ -1. അപ്പൊ 80ൽ നിന്ന് 1 കുറച്ച് എത്ര? നമുക്ക് 79 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 20ാമത്തെ പദം 79ആണ്. ഇനി നമുക്ക് ആ സമവാക്യത്തിൽ കൊടുക്കാം. n/2 ഇൻറ്റു x1 പ്ലസ് x എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ n 20 ആയതുകൊണ്ട് 20/2 ഇൻറ്റു ഇനി x1 1ാമത്തെ പദം 3ആണ് പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ 20ാമത്തെ പദം 79 ആണ്. ആ 79 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഹരിക്കാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ ഹരിക്കാം. 20നെ 2 കൊണ്ട് ഹരിച്ച് എത്ര? 10. 10 ഗുണിക്കണം 3ഉം 79ഉം കൂട്ടി എത്രയാണ്? 82. അപ്പൊ 82 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 820. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ തുകയുടെ സമവാക്യം ഉപയോഗിച്ചിട്ട് തുക കാണുന്ന രീതി. n/2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവസാന പദം തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആദ്യ പദവും അവസാന പദവും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 11, 22, 33 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അപ്പൊ നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നു, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഇപ്പൊ 25 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ്. അതിന്റെ മധ്യപദം എത്രാമത്തെ വരിക? ആ 25ന്റെ കൂടെ ഒന്ന് കൂട്ട 26, അതിന്റെ പകുതി 13. അപ്പൊ 13ാമത്തെ പദം മധ്യപദമായിരിക്കും. ഈ മധ്യപദം കണ്ടെത്തിയാൽ നമുക്ക് അതിനെ പദങ്ങളുടെ എണ്ണമായിട്ടുള്ള 25 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിലും ചെറിയ വ്യത്യാസം വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ ആദ്യ പദം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അവസാന പദമാണ് കിട്ടാത്തത്. ഫസ്റ്റ് നമുക്ക് അവസാന പദം കാണണം. അപ്പൊ നിങ്ങൾക്ക് ഈ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിലായിരിക്കും ചെയ്യാൻ എളുപ്പം. എന്നാലും ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 25ാമത്തെ പദം കാണണം. ഈ 25ാമത്തെ പദം കാണുന്നതിന് പകരം അവിടെ 13ാമത്തെ പദം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരത്തിനെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്നായി. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം.
നേരത്തെ പറഞ്ഞതുപോലെ ഒന്നല്ലെങ്കിൽ 11ന്റെ കൂടെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണം എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സമവാക്യം ഉപയോഗിക്കാം, dn പ്ലസ് f മൈനസ് d എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ പൊതുവ്യത്യാസം എത്ര? 22 11 കുറച്ച് കഴിഞ്ഞാൽ പൊതുവ്യത്യാസം 11 തന്നെയാണ്. അപ്പോൾ 11 ഗുണിക്കണം n പറഞ്ഞ പദങ്ങളുടെ എണ്ണം 25 ആണ്, പ്ലസ് f ഒന്നാമത്തെ പദം 11 ആണ്, കുറക്കണം പൊതുവ്യത്യാസം അതും 11 തന്നെയാണ്. അപ്പോൾ ഇവിടെ 11 ഗുണിക്കണം 25 എത്ര വരിക? 5 7 2 275 കിട്ടും. എന്താ വെച്ചാൽ 11 25 എന്നാണ്. 10 25 എത്ര? 250. ഒരു 25 കൂടി കൂട്ടിയാൽ 275 ആയി. പിന്നെ പ്ലസ് 11 കുറക്കണം 11 പറഞ്ഞാൽ 0. അപ്പൊ അതിന്റെ ഉത്തരം 0 ആണ്. അതിന്റെ ആൻസർ 275 ആണ്. അപ്പൊ ഈ ശ്രേണിയിലെ 25ാമത്തെ പദമാണ് 275. ഇനി 25 പദങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ n പദങ്ങളുടെ എണ്ണാണ് 25 ഹരിക്കണം 2 ഗുണിക്കണം. ഇനി x1 ഒന്നാമത്തെ പദം 11 ആണ്, പ്ലസ് അവസാനത്തെ പദം 275 ആണ്. അപ്പൊ ഇനി ആദ്യം നമുക്ക് ഇവിടെ നമുക്ക് ഹരിക്കാൻ കഴിയില്ല, എന്ന് വെച്ചാൽ ഹരിക്കാൻ പറ്റും, പോയിന്റിൽ ഉത്തരാകും, പിന്നെ നമുക്ക് ഗുണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ 25/2 എന്ന് തന്നെ എഴുതാം. ഗുണിക്കണം 275ഉം 11ഉം കൂട്ടുക. 275ഉം 10ഉം കൂട്ടുക 285, ഒന്നുകൂടി കൂട്ടുക 286. ഈ 286 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ പകുതി. അപ്പൊ 286ന്റെ പകുതി എത്ര? 280ന്റെ പകുതി എത്ര വരും? 140. അപ്പൊ ഒരു 6ന്റെ പകുതിയും കൂടി കൂട്ടിയാൽ 3. അപ്പൊ 143 എന്ന് കിട്ടും. അപ്പൊ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 25 ഗുണിക്കണം 143 എന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പിന്നെ നമുക്ക് മധ്യപദം 13ാമത്തെ പദം കണ്ടു കഴിഞ്ഞാൽ അതും 143 തന്നെയാണ് കിട്ടുന്നത് വരിക. അവ രണ്ടും ഇത്രയും സ്റ്റെപ്പുകൾ അവിടെ ഒഴിവാക്കി കിട്ടുമെന്ന് മാത്രം. എന്നാലും ഇത് എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പൊ ഇനി 143നെ സാധാരണ പോലെ ഗുണിച്ച് നോക്കാം. 3 5 15 5 ബാക്കി 1, 4 5 20 1 21 1 ബാക്കി 2, 5 5 2 7. ഈ 2 ഗുണിക്കണം 143 എന്ന് പറഞ്ഞാൽ 286. എന്നുവെച്ചാൽ 2 × 3 6, 2 × 4 8, 1 × 2 2. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 5 7 15 5 ബാക്കി 1, 3575 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ അതായത് ഈ ശ്രേണിയിലെ ആദ്യം വരുന്ന 25 സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 3575. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ നമുക്ക് അറിയുമെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ തുക കാണുന്നത് എന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, തുക കാണുക. 14 18 22 എക്സെട്ര ലാസ്റ്റ് 130. ഇതെല്ലാം കൂട്ടുകയാണ്. 14 പ്ലസ് 18 പ്ലസ് 22 പ്ലസ് എക്സെട്ര പ്ലസ് 130. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ 14 18 22 26 30 അങ്ങനെ 130 വരെയുള്ള ആ സംഖ്യകൾ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഇപ്പൊ പറഞ്ഞ സമവാക്യം ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ കണ്ടെത്താം. എങ്ങനെയാണ്? ഇവിടെ ആദ്യ പദം നമുക്കറിയാം 14, അവസാന പദം അറിയാം 130. എന്ന് വെച്ചാൽ 130 വരെ ആയതുകൊണ്ട് അവസാനത്തെ പദം 130 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ സമവാക്യത്തില് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ 25 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 25ാമത്തെ പദം കാണണം, അവസാനത്തെ പദം കാണണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല, നേരിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സമവാക്യത്തിൽ അറിയാത്തത് ഇനി ഒന്നുണ്ട്. അതെന്താ? n/2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം എന്നാണ്. അപ്പൊ ഇവിടെ n എന്താന്ന് അറിയില്ല, എന്ന് വെച്ചാൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. ആദ്യ പദം അവസാന പദം അറിഞ്ഞു, പക്ഷെ പദങ്ങളുടെ എണ്ണം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇത് ഉപയോഗിച്ച് കണ്ടെത്താം. ഇതിപ്പോ ഒന്നാമത്തെ പദമാണ്, ഇത് രണ്ടാമത്തെ പദമാണ്, ഇത് മൂന്നാമത്തെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 130 എത്രാമത്തെ പദമാണ് എന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ ചെയ്യാൻ നമ്മൾ മുമ്പേ പഠിച്ചതാണ്. എങ്ങനെയാണ് ഈ 130 എത്രാമത്തേത് കണ്ടെത്താൻ? 130ൽ നിന്ന് ശ്രേണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഖ്യ കുറക്കുക. ഇപ്പോൾ 14 കുറക്കുകയാണെങ്കിൽ 14 കുറക്കാം. എന്നിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. പൊതുവ്യത്യാസം എത്രയാണ്? 4.
ഈ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ നമ്മൾ ഈ കുറക്കുന്ന സംഖ്യ 14 അതിന്റെ സ്ഥാനം എത്രയാണ്? 1 ആ 1 കൂട്ടണം. ഇനി 18 കുറക്കണമെങ്കിലോ 2 കൂട്ടേണ്ടത്. അപ്പൊ 130 14 കുറച്ച് എത്രയാണ്? 130 10 കുറച്ചാൽ 120, വീണ്ടും 4 കുറച്ചാൽ 116. 116 ഹരിക്കണം 4 പ്ലസ് 1 വരും. ഇനി 116 എത്ര 4 ഉണ്ട്? 10 4 40. 116 ഹരിക്കണം 4 പറഞ്ഞാൽ എത്ര 4 ഉണ്ട് നോക്കിയാൽ മതി. 10 4 40, 20 4 80, 30 4 120. അതിൽ നിന്ന് ഒരു 4 കുറച്ച എത്ര? 116. അപ്പൊ 30 4 ഒരു 4 കുറച്ചാൽ 116 കിട്ടുന്നുണ്ടെങ്കിൽ എത്ര 4കളുണ്ട്? 29 എണ്ണം. അപ്പൊ നിങ്ങൾക്ക് സാധാരണ പോലെ ഹരിച്ചാൽ കിട്ടുന്ന ആൻസറും ഇത് തന്നെയായിരിക്കും, പ്ലസ് 1. അപ്പൊ ഇത് രണ്ടും കൂട്ടി എത്രയായി? 30. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 30 പദങ്ങളുണ്ട്. ഇത് ഈ ശ്രേണിയിലെ 30ാമത്തെ പദമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സമവാക്യത്തില് പദങ്ങളുടെ എണ്ണം കിട്ടി. n/2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണാണ്, അത് 30/2. ആദ്യ പദം 14 പ്ലസ് അവസാന പദം 130. ശ്രദ്ധിക്കുക, 30 എഴുതരുത്, അത് തെറ്റാൻ സാധ്യതയുണ്ട്. 30 അതിന്റെ സ്ഥാനാണ്. ഇനി ഇവിടെ നമുക്ക് ഹരിക്കാം. 30 ഹരിക്കണം 2 എത്രയാണ്? 30ന്റെ പകുതി 15. 15 ഗുണിക്കണം 130ഉം 14 കൂട്ടി എത്ര? 144. ഇനി തമ്മിൽ ഗുണിക്കുക. 144 ഗുണിക്കണം 15. 4 5 20 0, ബാക്കി 2. 4 5 20 2 22 2, ബാക്കി 2. 1 5 5 2 7. ഇനി 1 × 4 4 4 1. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 0 6 11 1 ബാക്കി 1 2. അപ്പൊ 2160 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2160. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, 10ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം വേറെ വേറെ ക്ലാസ്സുകളുണ്ട്. അതേപോലെ 8 9 ക്ലാസ്സുകളുടെയും മാത്സിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തുക. താങ്ക് യു.